അങ്കിളെ? മോള് കരയുന്ന കണ്ടപ്പോ എന്റെ ചങ്കൊന്ന് കലങ്ങി, അതുകൊണ്ട് വന്നതാ. ഞാൻ കരഞ്ഞതിന് അങ്കിളുടെ ചങ്കതിനെ കലങ്ങുന്ന അത് മോൾ എപ്പോഴും പറയാറില്ലേ, മോളുടെ അച്ഛനുമായിട്ട് എനിക്ക് സാമ്യമുണ്ടെന്ന്. അതായിരിക്കും. മോള് കരഞ്ഞപ്പോ അച്ഛന് അല്ല അങ്കിളിന് നല്ല വിഷമം വന്നു. ഇതൊന്നും കാര്യാക്കണ്ട അങ്കിളെ. വീടാകുമ്പോ ഇങ്ങനെ കൊണ്ടാവുമല്ലോ, അതൊന്നും സാരില്ല. അതെ, അത് മാത്രമേ അങ്കിളിന് പറയാനുള്ളൂ. മോള് ഇതൊന്നും കണ്ടില്ലെന്നും കേട്ടില്ലെന്നും വിചാരിച്ചാൽ മതി. അപ്പോ നമുക്ക് ആശ്വാസം ഉണ്ടാവും. അയ്യോ അങ്കിളെ, അമ്മയും ഐശ്വര്യടുത്തിയും ഒക്കെ എന്നോട് വഴക്കിടുന്നത് എന്നോട് വൈരാഗ്യം ഉണ്ടായിട്ടൊന്നല്ല കേട്ടോ. അങ്കിൾ അങ്ങനെയൊന്നും കരുതരുത്. ഓ ഇല്ല മോളെ, മോളുടെ നല്ല മനസ്സ് എനിക്കറിയാം. ഞാൻ കാണുന്നതല്ലേ. ഈ വേദനയും വിഷമങ്ങളും ഒരാൾക്ക് മാത്രം ഉള്ളതല്ല, എല്ലാവർക്കും ഉള്ളതാ. മോള് നല്ലൊരു കൃഷ്ണഭക്തയാണല്ലേ? ഞാൻ കൃഷ്ണഭക്തയാണെന്ന് അങ്കിളിന് എങ്ങനെ അറിയാം? അത് മോള് വർത്താനം പറയുമ്പോ എപ്പോഴും കൃഷ്ണ കൃഷ്ണ എന്ന് പറയുന്നത് അങ്കിള് കേട്ടിട്ടുണ്ട്. അതുകൊണ്ടാ. ഞാൻ എപ്പോഴും അങ്ങനെ കൃഷ്ണ എന്ന് വിളിക്കാറുണ്ടല്ലേ? ആ, വിളിക്കാറുണ്ട്. നമുക്ക് മനപ്രയാസങ്ങളും സങ്കടങ്ങളും ഒക്കെ വരുമ്പോ ദൈവത്തെ അങ്ങ് മനസ്സിൽ ഉറപ്പിച്ച് പ്രാർത്ഥിച്ചേക്കണം. അപ്പോ ദൈവം തന്നെ നമ്മുടെ പ്രശ്നങ്ങളെല്ലാം പരിഹരിച്ചു തരും. നമുക്ക് സങ്കടങ്ങൾ വരുമ്പോ നമ്മളെക്കാൾ കഷ്ടപ്പെടുന്നവരെ കുറിച്ച് നമ്മൾ ഓർക്കുക. അപ്പോ ഈ മനപ്രയാസമൊക്കെ അങ്ങ് മാറും. മോളുടെ ദുഃഖം ഇപ്പൊ മാറിയോ? മാറി അങ്കിൾ. ആ, സാറോ, ഞാൻ വേഗം പോയൊരു കോഫി എടുത്തിട്ട് വരാം. നിക്കടോ അവിടെ. വളരെ പ്രധാനപ്പെട്ടതും സന്തോഷം തരുന്ന ഒരു കാര്യം പറയാൻ വരുമ്പോ അയാളുടെ ഒരു കോഫി. കോഫിയൊന്നും ഇപ്പൊ വേണ്ട, ഞാൻ പറയുന്ന കേട്ടാ മതി. എന്താ സാർ? ഇന്ന് ഓഫീസിലിരിക്കുമ്പോ എനിക്കൊരു കോള്, അതും ചാനലിൽ നിന്ന്. ചാനലിൽ നിന്നോ? അതേന്നേ. എന്താ സാർ കാര്യം? ബെസ്റ്റ് കപ്പിൾ കോമ്പറ്റീഷൻ. സെലിബ്രിറ്റിയായ ശ്യാമ വാസുദേവനും അവളുടെ ഭർത്താവായ അഖിൽ വർമ്മയ്ക്കും ബെസ്റ്റ് കപ്പിൾ കോമ്പറ്റീഷൻ പ്രോഗ്രാമിലേക്ക് ഒരു ക്ഷണം. ഞാൻ എന്ത് പറയണം? സാർ എന്താ പറഞ്ഞു? ഞാൻ കേട്ട പാടെ സമ്മതിച്ചു. എന്നെ വിളിച്ച പ്രോഗ്രാം പ്രൊഡ്യൂസറോട് നമ്മൾ ചെല്ലാമെന്ന് സമ്മതിച്ചു. അയ്യോ, ചാനലോ? ഹലോ, അപ്പൊ എന്ത് പറയുന്നു? നമുക്ക് പോയി കപ്പടിക്കാം. വേണ്ട സാർ, എനിക്കിതൊക്കെ കേട്ടപ്പോ തന്നെ തല കറങ്ങി തുടങ്ങി. സെലിബ്രിറ്റിക്ക് പ്രോഗ്രാമിന് വിളിച്ചപ്പോ തല ഇറക്കോ? അയ്യേ, ഷെയിം ഷെയിം. താൻ ഒഴിഞ്ഞു മാറാനൊന്നും നോക്കണ്ട. ഞാൻ അവരോട് ഏറ്റുപോയി. നമുക്ക് എന്തായാലും ഇതിൽ പങ്കെടുക്കണം. ശ്യാമേ, സീ കേരളം ചാനലിന്റെ ഈ പ്രോഗ്രാമിലേക്കൊക്കെ ഡയറക്റ്റ് എൻട്രി കിട്ടുക എന്ന് പറയുന്നത് വലിയ കാര്യ. അത്രയ്ക്ക് ആരാധകരുള്ളതുകൊണ്ടല്ലേ തന്നെ വിളിച്ചത്. അത് വിട്ടുകളയുന്നത് ശരിയല്ല കേട്ടോ. ഇടോ, നമുക്ക് പങ്കെടുക്കാടോ. താൻ പ്രോഗ്രാമിനുണ്ടെങ്കിൽ ആ കപ്പ് ആനന്ദ നിലയത്തിലേക്ക് പോരുമെന്ന് എനിക്ക് നല്ല കോൺഫിഡൻസ് ഉണ്ട്. നോക്ക്,
എന്നോട് മിണ്ടാതെ മടി പിടിച്ചിരുന്നിട്ട് ഒരു കാര്യമില്ല. ഞാൻ എങ്ങനെയും തന്നെയും കൂട്ടി പ്രോഗ്രാമിന് പങ്കെടുക്കും. പങ്കെടുത്തിട്ട് നമ്മൾ ട്രോഫി കൊണ്ടുപോരുകയും ചെയ്യും. അപ്പൊ സമ്മതിച്ചോ? അല്ല, അച്ഛനോടും അമ്മയോടും ചോദിക്കണ്ടേ? ആ, നല്ല കാര്യല്ലേ. അവരനുവദിക്കാതിരിക്കുവോ? ആ, നാളെയല്ലേ അമ്മയുടെ കണ്ണിലെ കെട്ടഴിക്കുന്ന. അപ്പോ അത് കഴിഞ്ഞ് പറയാം. കഴിക്കുന്നെന്തു പറ്റി ശ്യാമേ? അത് ഗ്ലാസ് എന്റെ കയ്യിൽ നിന്ന് നിലത്ത് വീണ് പൊട്ടി. അതെടുത്തപ്പോ ഒന്ന് മുറിഞ്ഞതാ. സൂക്ഷിക്കണ്ടേ ശ്യാമേ? മരുന്ന് വെച്ചില്ലേ ശ്യാമേ? വെച്ചു. എങ്കിൽ വേഗം ഉണങ്ങിക്കോളും. ഇനി കുപ്പിച്ചില്ലൊക്കെ എടുക്കുമ്പോ സൂക്ഷിക്കണം കേട്ടോ. എന്റെ ഭഗവാനെ, അപ്രിയ സത്യങ്ങൾ സാറിനോട് തുറന്നു പറഞ്ഞൂടാ. അതുകൊണ്ട് പിന്നെ എനിക്ക് നുണ പറയേണ്ടി വന്നു. ഡോക്ടർ, വേറെ പ്രശ്നമൊന്നും ഉണ്ടാവില്ലല്ലോ അല്ലേ? ഏയ് ഇല്ല, ശരിയാവില്ല. ഓക്കെയാണ്. ഏട്ടാ, കണ്ണുകൾക്കിപ്പോ വേദനയൊന്നും ഇല്ലല്ലോ അല്ലേ? ഇല്ല ഡോക്ടർ. എന്നാ കെട്ടെടുക്കാം. ശരി ഡോക്ടർ. എന്റെ കൃഷ്ണ ഭഗവാനെ, അമ്മയുടെ കണ്ണുകളിലെ കെട്ടഴിക്കുമ്പോ ഒരു കുഴപ്പവും കൂടാതെ കണ്ണിന്റെ കാഴ്ച കിട്ടണേ എന്റെ കണ്ണോ. മാഡം, കണ്ണ് തുറന്നോളൂ. കാണാമോ മാഡം എല്ലാവരെയും? കാണാം ഡോക്ടർ. എനിക്ക് എല്ലാരെയും കാണാം. അനന്തേട്ടാ, ഞങ്ങൾ എല്ലാവരെയും നന്നായി കാണാമല്ലോ അല്ലേ? കാണാം അനന്തേട്ടാ. എത്ര ദിവസമായി ഞാൻ എന്റെ മക്കളെ ഒന്ന് കണ്ടിട്ട്. ഇതിന്ന് ഞാൻ രക്ഷപ്പെട്ടു. ഇനി എന്തുപദ്രവാ നീ ചെയ്യാൻ പോകുന്നേ? അമ്മേ, വേണ്ട, ഡോക്ടർ നിൽക്കുന്ന നോക്കി. മാഡം, കണ്ണുകൾക്ക് വേദനയോ മറ്റു പ്രശ്നങ്ങളോ ഒന്നുമില്ലല്ലോ അല്ലേ? ഇല്ല ഡോക്ടർ. ആ, വെരി ഗുഡ്. ഇതൊരു തുള്ളി മരുന്നാ.
3 തുള്ളി വീതം 3 നേരം ഒരാഴ്ച ഒഴിക്കണം. ശരി, അതോടെ എല്ലാം മാറിക്കോളും. താങ്ക് യു ഡോക്ടർ. എന്നാ ഞാൻ ഇറങ്ങട്ടെ. ശരി ശരി മോളെ. ശരി അച്ഛൻ. ആരെയാ അമ്മ പരിധി നോക്കുന്നേ? എന്റെ വിളക്കിന്. എനിക്കിപ്പോ വെളിച്ചം കിട്ടിയെങ്കിലും എന്റെ വിളക്കായി കൂടെ നടന്നോളെ മറക്കാൻ പറ്റുമോ? വെളിച്ചം വിളക്കന്വേഷിക്കുന്നു. അമ്മേ, ആ ഐശ്വര്യമോൾ ഇവിടെ ഉണ്ടായിരുന്നോ? എന്റെ മോള എന്നെ രക്ഷിച്ചത്. എന്റെ മോക്ക് ഞാനൊരു സമ്മാനം തരുന്നുണ്ട്. എന്റെ മോക്ക് എത്ര സമ്മാനം തന്നാലും അമ്മയ്ക്കത് മതി വരില്ല. പോയി റെസ്റ്റ് എടുക്ക്. കഷ്ടപ്പെട്ടത് പാവം ശ്യാമ. ക്രെഡിറ്റും ലാഭവും ദേ അവൾ അടിച്ചോണ്ട് പോയി. കഷ്ടം തന്നെ. ഇതൊന്നും ശാശ്വതമല്ല. പല നാൾ കള്ളൻ ഒരു നാൾ പിടിക്കപ്പെടുമെന്നാ. ശ്യാമേ, മോൾക്ക് ദൈവം തരും നല്ല സമ്മാനങ്ങൾ. മോളെ, നീ വിശ്വസിക്കുന്ന ദൈവം നിന്നെ കരുതുന്നുണ്ട്. അതുപോലെ മോക്ക്. എടുത്തോണ്ട് വാ. ഓട്ടെ ശ്യാമേ. ഇരിക്ക് ശ്യാമേ, ഇരിക്ക്. എനിക്കറിയാം ശ്യാമേ, തനിക്ക് എത്രത്തോളം സങ്കടം ഉണ്ടായിട്ടുണ്ടെന്ന്. എനിക്കൊരു സങ്കടമില്ല സർ. അത് താൻ ഭംഗി വാക്ക് പറയുന്നതാ. എങ്ങനെ വിഷമം വരാതിരിക്കും? അത്ര തന്ത്രപരമായും മോശമായ രീതിയിലും അല്ലേ ഐശ്വര്യ എടുത്ത് ഈ ഡ്രാമ കളിച്ചത്? ഇതൊക്കെയാണ് ചീറ്റിംഗ്. മനസ്സിൽ എത്രമാത്രം അഴുക്കുള്ള സ്ത്രീയാ ഈ ഐശ്വര്യ എടുത്തി. ഈ നാണം കെട്ട നാടകം കളിച്ചിട്ടും അവർക്ക് എന്തെങ്കിലും ഒരു ഉളുപ്പുണ്ടായിരുന്നോ? ഞാൻ എൻ്റെ അമ്മയല്ലേ സാർ നോക്കിയത്. അതിന് ക്രെഡിറ്റ് ഒന്നും എനിക്ക് വേണ്ട. അതങ്ങ് വിട്ടേക്ക്. ഈ കാര്യമൊക്കെ അങ്ങനെ വിടാൻ മനസ്സ് അനുവദിക്കുന്നില്ല. താൻ അമൃത എടുത്തിയെ തടഞ്ഞതുകൊണ്ടോ തനിക്ക് ഇഷ്ടമില്ലാത്തതുകൊണ്ടോ അല്ലെങ്കിലേ എല്ലാ കാര്യങ്ങളും അമ്മയോട് തുറന്നു പറഞ്ഞേനെ. തുറന്നു പറഞ്ഞാലും അമ്മയൊന്നും അംഗീകരിക്കണമെന്നില്ല സർ. അമ്മ തന്നെ അംഗീകരിക്കണ്ട. പക്ഷേ ഐശ്വര്യ എടുത്തിട്ട് ഈ തട്ടിപ്പും തരികിടയൊക്കെ അമ്മ എന്തെങ്കിലും ഒന്ന് അറിയണ്ടേ? അതൊന്നും നമ്മളായിട്ട് വേണ്ട സർ. ഇത്തരം പ്രതികാരങ്ങളൊന്നും ദൈവത്തിന് ഇഷ്ടമുള്ള കാര്യങ്ങളൊന്നും അല്ല. തന്റെ സ്വഭാവം വിചിത്രം തന്നെ. ഉപദ്രവിക്കുന്നവനോട് പകരം വീട്ടുന്നത് ദൈവത്തിന് ഇഷ്ടമല്ലാന്ന്. ഇത് എവിടുത്തെ ന്യായം? ഇത്തരം കാര്യങ്ങളൊക്കെ ദൈവത്തിന് വിട്ടാലേ അതൊക്കെ ചെയ്യാൻ ദൈവത്തിന് എവിടെയോടെ സമയം? മനുഷ്യനോട് കണക്ക് ചോദിക്കാനുള്ള ഈ ചെറിയ കാര്യത്തിനൊന്നും ദൈവത്തിന് കൂട്ടുപിടിക്കരുത് ശ്യാമേ. ദൈവത്തെ ഏൽപ്പിക്കരുത്. അതൊക്കെ മനുഷ്യരെന്നെ ചെയ്യേണ്ട കാര്യങ്ങളല്ലേ? ഐശ്വര്യടത്തേക്ക് വേണ്ടത് അമ്മയുടെ സപ്പോർട്ടാ. എനിക്ക് വലുത് അമ്മയുടെ ജീവനാണ് സർ. താൻ പറഞ്ഞത് ന്യായം 100% ശരിയാ. പക്ഷേ ഈ സത്യം അമ്മ കൂടെ ഒന്ന് മനസ്സിലാക്കണ്ടേ? അഖിൽ സാറിനോടുള്ള അതിരുകവിഞ്ഞ സ്നേഹം കാരണം അമ്മയ്ക്ക് എന്നെ സ്നേഹിക്കാൻ വലിയ ബുദ്ധിമുട്ടാ സർ. അതിന് ദൈവം കനിഞ്ഞേ പറ്റൂ. അതിന് ദൈവമല്ല കനിയേണ്ടത്, അമ്മ തന്നെയാ.
എല്ലാ കാര്യങ്ങളും ഇങ്ങനെ ദൈവത്തിന്റെ പേരിൽ വെച്ച് തെറ്റ് ചെയ്യുന്നവരെ ന്യായീകരിക്കുന്നത് ശരിയല്ല ശ്യാമേ. പോട്ടെ, തന്നെ വിഷമിപ്പിക്കാനല്ല ഞാനിതിപ്പോ പറഞ്ഞത്. തന്റെ സങ്കടം എന്റെ സങ്കടം കൂടിയല്ലേ. സ്വന്തം അമ്മയെ നോക്കുന്ന പോലെയാ താൻ എന്റെ അമ്മയെ നോക്കിയത്. അമ്മ അതറിയാതിരിക്കുകയും ഐശ്വര്യ എടുത്തിട്ട് തട്ടിപ്പിന് ഇരയാവുകയും ചെയ്യുമ്പോ എന്തെന്നില്ലാത്തൊരു സങ്കടം. അമ്മ എന്നെങ്കിലും തന്റെ മഹത്വം തിരിച്ചറിഞ്ഞല്ലേ പറ്റൂ. വാസുവേട്ടൻ കരയായിരുന്നോ? ഏയ് അല്ല. അല്ല, വാസുവേട്ടൻ കരയായിരുന്നു. എന്നെ കണ്ട് പെട്ടെന്ന് കണ്ണീരൊപ്പുന്നത് ഞാൻ കണ്ടതല്ലേ. എന്നോട് ഇതുവരെ നുണ പറയാറില്ലായിരുന്നു, പക്ഷേ ഇപ്പൊ പറഞ്ഞു തുടങ്ങി. ഇല്ല ദേവകി, ഞാൻ നിന്നോട് നുണയൊന്നും പറഞ്ഞിട്ടില്ല. പറഞ്ഞു. വാസുവേട്ടന്റെ മുഖം കണ്ടാൽ എനിക്ക് അറിഞ്ഞൂടെ പറഞ്ഞത് നുണയാണെന്ന്. ഞാൻ ചില ദിവസങ്ങളായി വാസുവേട്ടനെ ശ്രദ്ധിക്കുന്നു. വാസുവേട്ടൻ എന്നോട് എന്തോ പറയാൻ മടിക്കുന്നുണ്ട്. എന്നിൽ നിന്ന് എന്തൊക്കെയോ രഹസ്യങ്ങൾ മറച്ചു വെക്കുന്നു. പറയ്, എനിക്കത് അറിയണം, പറഞ്ഞേ പറ്റൂ. ദേ, ഇങ്ങനെ ഒറ്റയ്ക്കല്ല ഉള്ളിലൊതുക്കി ഉരുക്കി തീരാൻ ഞാൻ സമ്മതിക്കില്ല. പറയേ വാസുവേട്ടാ, എന്താ പ്രശ്നം? അത് ദേവകി, ദേ, എന്നോടൊന്നും ഇനി ഒളിക്കാൻ നോക്കണ്ട, പറയ്. ദേവകി, നീ വല്ലാതെ വേദനിക്കുമെന്നും നിനക്കത് താങ്ങാൻ പറ്റില്ലെന്ന് വ്യക്തമായിട്ട് എനിക്കറിയാവുന്നതുകൊണ്ടാ ഞാൻ ഇതുവരെ പറയാതിരുന്നത്. ഞാൻ ഇത്ര നാൾ സെക്യൂരിറ്റി വേല ചെയ്തത് എവിടെയായിരുന്നെന്നറിയാവോ നിനക്ക്? ഇല്ല. ഞാൻ ആനന്ദ നിലയത്തിലെ സെക്യൂരിറ്റി ആയിരുന്നു.